ഒന്നുമില്ല, ഒരു ലോറി വരയ്ക്കണം, ഒരു ഫ്രിഡ്ജ് വേണം ആ ലോറിയില്, ഈ കാണുന്നതന്നെ ഒരു AC, ഒരു TV. ഇങ്ങനെ 3 ഐറ്റംസും ആ ലോറിയുടെ ബാക്കിൽ വരണം. അങ്ങനെ ഒരു പടം നിങ്ങൾ വരയ്ക്കണം 60 സെക്കൻഡ്. നിങ്ങൾ വരയ്ക്കും, പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ കണ്ണ് നമ്മൾ നൈസായിട്ട് ഒന്ന് കെട്ടും. സാറേ, ഇത് ജയിച്ചില്ലെങ്കിൽ സാറിനെ 12 ഇട്ട് പൂട്ടുമെന്നാണ് പിള്ളേര് പറഞ്ഞേക്കുന്നത്. 15,000 രൂപയുടെ സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. ഈ ഫ്രിഡ്ജിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിക്കോണം ഇവൻ പറയുമ്പോ. Sir, your time starts now. ടയർ കറക്റ്റ് ആണ്. അടുത്ത ടയർ വരട്ടെ, പുറകോട്ട് കാരിയർ, ഇനി മറ്റേ ലോഡിംഗ് ഏരിയ. ഇത് കണ്ണ് കാണാം. ഇല്ല, ലോറിക്ക് എന്താ മീശ വരച്ചു കൊടുക്കുവാണ് സാറേ? എളുപ്പം. എന്റെ ഷാനുപ്രിയ, അങ്ങേര് അവിടെ ചറവറ വരയ്ക്കുന്നത്, അങ്ങേര് കണ്ണുമുട്ടിയാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2, 1, 0. Okay, sir, time up. സാറിന് കണ്ണ് കാണുന്ന ഒരു സംശയം ഇവിടെ പലർക്കുണ്ട്. അളിയ വന്ന് നോക്ക്. എനിക്ക് സംശയമുണ്ട്. സാറിനെ തൃക്കണ്ണുണ്ട്, ജ്ഞാനദൃഷ്ടിയുണ്ട്, നെഞ്ചിലൂലം കണ്ണുകൊണ്ടാ. സത്യം പറ. ഈ ചേച്ചിയുടെ ലോറി നോക്കട്ടെ. ഇവിടെ ലോറി ഇല്ല. ഇവിടത്തെ ലോറി ഇതുവരെ ഓട്ടം പോയി. ലോറി ഓട്ടം പോയി. ഇത് ലോറി കുറെ കുഞ്ഞുങ്ങളും, കുറെ ലോറി കുഞ്ഞുങ്ങളും. കട ഞങ്ങളുടെ ഫിസിക്സ് സാറിന്റെ ലോറി കണ്ടോ? ഇത് നോക്ക്, ലോറിക്ക് ലോറി, ഫ്രിഡ്ജിന് ഫ്രിഡ്ജ്, AC-ക്ക് AC, 2 ടയർ. സാറ് ബോർഡും ചോക്കുമായിട്ട് ജനിച്ചപ്പോ തൊട്ടേ സെറ്റാണ് അല്ലേ? ഫസ്റ്റ് ലെവലിലെ ചേച്ചി നേടിയെടുത്ത 5000 രൂപയുടെ സമ്മാനവും ഈ ലെവലിലെ 10000 രൂപയുടെ സമ്മാനവും കൂടെ ചേർത്ത് ടോട്ടൽ 15,000 റുപ്പീസിന്റെ സമ്മാനങ്ങൾ നേടിയിരിക്കുന്നു. ഫസ്റ്റ് ലെവലിൽ ചേച്ചി ജയിച്ചത് കൊണ്ട് ചേച്ചിക്ക് 3rd ലെവലിലോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ ലെവലിൽ ചിലപ്പം എലിമിനേറ്റ് ആവേണ്ട ഒരു സാഹചര്യം, ഒരു സംഭവം ഉണ്ടായിരുന്നു. പോകണോ വേണ്ടയോ? പക്ഷെ നമ്മളിപ്പോ തുല്യത പാലിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സന്തോഷേട്ടന്റെ വൈഫ് ഒരു സിനിമ നടിയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിയാണോ? ആടാ, സെലിബ്രിറ്റിയുടെ ഭർത്താവാടാ എനിക്ക്. സീരിയൽ അല്ലേ? എന്താ പേര്? വീണ. എനിക്കറിയാൻ വേണ്ടി പൂജയിലെ നമ്മുടെ 2 മിഥുനങ്ങൾ വന്ന് ഇവിടെ നിപ്പുണ്ട്. ഇവരോട് എന്തെങ്കിലും ചോദിക്കാതെ എങ്ങനെയാ ഇനി മുമ്പോട്ട്? അത് സത്യമാണ് കേട്ടോ. കാര്യം ഇന്ന് ഇവരെ കാണാനായിട്ട് എത്ര പ്രേക്ഷകരായിരിക്കും TV ഓൺ ചെയ്തും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ആദി, നിങ്ങളുടെ പ്രേമത്തിന്റെ പരിപാടി എങ്ങനെയാ ഒന്ന് പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു വരാന്തയിലൂടെ നടന്നു പോവായിരുന്നു. അപ്പോഴാണ് വരാന്തയിലൂടെ ഇവള് വന്നത്. അപ്പോ എനിക്ക് ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പൂജയെടുത്ത് പോയി ഇഷ്ടം പറഞ്ഞു. അപ്പൊ പൂജ പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അവസാനം ആ സത്യം അവൾ എന്നോട് തുറന്നു പറഞ്ഞു. എന്താണത്? അവൾക്ക് വേറെ ലൈനുണ്ട്. ആരായിരുന്നു കമുകൻ? ഷാനു. എന്താ പിന്നെ ഈ പാവം പൈതലിനോട് ആദ്യമേ പറയാം? ഷാനു പറഞ്ഞിരുന്നു എന്നോട് നമ്മൾ തമ്മിലുള്ള റിലേഷൻ വേറെ ആരും അറിയരുത് എന്നുള്ള. അതായത് കോളേജ് തീരും വരെ ഇതൊരു സീക്രട്ട് ആയിരിക്കണം. ഷാനു ഒരു കടപ്പുറത്ത് വളർന്ന ഒരാളാണ്. പൂജ IAS-കാരുടെ മകളാണ്. അമ്മ അച്ഛനും മായയും ശ്രീനിവാസനും IAS-കാരനാണ്. അങ്ങനെ എൻ നമ്പർ ഓഫ് ഇഷ്യൂസ് മനസ്സിലായി. യൂഷ്വലി ഈ പറയുന്ന തേക്ക ഉദ്ദേശമുള്ള പെമ്പിള്ളേരൊക്കെ ഒരു ചളി. ഇനി ഈ തേപ്പിന്റെ കഥ നമുക്ക് പോകെ കേട്ട് മനസ്സിലാക്കി പറഞ്ഞോട്ട്. ഈ പൂജ വീട്ടിൽ വെച്ച് പൂജിക്കുന്നത് തേപ്പൊട്ടിയാണ്. എല്ലാരും ഒന്ന് ചിരിക്കോ. KSFE ഹാർമണി ചിട്ടികളിൽ ചേരുന്ന ആദ്യത്തെ 100 പേർക്ക് സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ഒരു സമ്മാനം കാത്തിരിപ്പുണ്ട്. ഓടിപ്പോയി ചിട്ടി ചേർന്നു. ഇവന്റെ ചളു നിന്ന് ഇപ്പൊ രക്ഷപ്പെടാം. നമുക്ക് 3ാമത്തെ ലെവലിലേക്ക് പോകാം. നമ്മൾ പോകാൻ പോവാണ് 3rd ലെവൽ ഇൻ മൈജി ഫ്യൂച്ചർ. അടിച്ചു കയറി വാ. അടുത്ത ലെവലിൽ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജയിക്കുന്ന ആളായ എന്റെ വാർഡ് മെമ്പറിന് 15,000 രൂപയുടെ വാഷിംഗ് മെഷീൻ. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് കിട്ടാൻ പോകുന്നത് എത്രയാണ് അളിയ? 30,000 രൂപയുടെ സമ്മാനമാണ് ഈ ലെവൽ 3 കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ടിഷ്യൂ റോള് ഇങ്ങനെ പതുക്കെ ഉരുട്ടി എടുക്കുക. ആ ഗ്ലാസ്
ഏറ്റവും മാക്സിമം എത്തിക്കുക. 2 ടിഷ്യൂ റോൾസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് 60 സെക്കൻഡ് സമയമാണുള്ളത്. ഈ 60 സെക്കൻഡ് സമയത്ത് ഈ ഗ്ലാസ്സിൽ നിന്നും വെള്ളം തുളുമ്പാതെ ഏറ്റവും അടുത്തെത്തിക്കുന്ന ആള് വിജയിക്കും. 3, 2, 1 ഗോ. ന്യൂട്ടൺസ് ലോ ഒക്കെ മനസ്സിൽ വരട്ടെ സാറേ. എവരി ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ അണ്ടിൽ നമ്മുടെ ഇത് മാത്രമേ വലിക്കോട്ടെ. ഓരോ സ്ഥാനാർത്ഥികളെ ഓരോ വോട്ടർമാരെ വലിക്കണമല്ലോ ഇങ്ങോട്ട് വലി വലി സാറേ ഗുരുത്വാകർഷണമാണ് അങ്ങോട്ട് വലിച്ചു വിട് സാറേ. മല്ലക്കേറി പോകേണ്ടേ അവിടെ അവിടെ തലേ കുത്തി